ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി ബ്രസീൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്ന് അത് നല്ലൊരു നമ്പർ 9 സ്ട്രൈക്കർ ഇല്ല എന്നതാണ്. സമീപകാലത്ത് ഒരുപാട് സ്ട്രൈക്കർമാരെ ബ്രസീലിൻ്റെ പരിശീലകർക്ക് പരീക്ഷിക്കേണ്ടി വന്നിരുന്നു. അതൊന്നും ഫലം കണ്ടിട്ടില്ല. അതായത് ഒന്ന് രണ്ട് മത്സരങ്ങളിൽ തിളങ്ങും എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പിന്നീട് സ്ഥിരമായി കൊണ്ട് മികച്ച രൂപത്തിൽ കളിക്കാൻ നമ്പർ 9 സ്ട്രൈക്കർമാർക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ റൊമാരിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പിൽ ആരായിരിക്കും ബ്രസീലിൻ്റെ നമ്പർ 9 സ്ട്രൈക്കർ എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. കയോ ജോർഹയെ ആ ഒരു പൊസിഷനിലേക്ക് പരിഗണിക്കണം, അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തുന്ന താരമാണ് കയോ ജോർഹെ. റൊമാരിയോ പറഞ്ഞത് ഇങ്ങനെയാണ്: അതായത് വേൾഡ് കപ്പ് ഇന്നാണ് നടക്കുന്നത് എങ്കിൽ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട താരം അത് ക്രുസൈറോയുടെ കയോ ജോർഹയാണ്. അദ്ദേഹം മിന്നുന്ന ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. പെഡ്രോയെ ഞാനിപ്പോൾ ചൂസ് ചെയ്യില്ല. കുറച്ച് മുൻപായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ പെഡ്രോയുടെ ഇപ്പോഴത്തെ പ്രകടനം മോശമായിട്ടുണ്ട്. ബ്രസീലിന് വേണ്ടി നമ്പർ 9 പൊസിഷനിൽ കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ അദ്ദേഹത്തിനില്ല. ഇതാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ബ്രസീൽ നേരത്തെ പെഡ്രോയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു. നിലവിൽ മാത്യൂസ് കുഞ്ഞ, റിച്ചാർലിസൺ, റോഡ്രിഗോ എന്നിവരൊക്കെ ഈ ഒരു പൊസിഷനിൽ പരിശീലകന്മാർ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ബ്രസീലിൻ്റെ സ്ട്രൈക്കർമാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും കാർലോ ആഞ്ചലോട്ടി അതിനൊരു പരിഹാരം കാണുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.